ഓർത്തഡോക്സ് ടിവിയുടെ ദർപ്പണം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബോംബെ ഭദ്രാസനാധിപനായ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയാണ്. MGOCSM, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി നാഗ്പൂർ, മഹാരാഷ്ട്ര ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നിവയുടെ പ്രസിഡന്റും ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറുമായ അഭിവന്യ തിരുമേനിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുമേനി, അങ്ങയുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയത്ത് നിന്ന് 7 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റ് കൊല്ലാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. മൂലയിലായ പുളിയൂരിൽ ശ്രീ PK കുര്യൻ്റെയും മറിയാമ്മ കുര്യൻ്റെയും മകനായിട്ട് 5ാമത്തെ സന്തതിയായിട്ട് ഞാൻ ജനിച്ചത്. 1949 ഒക്ടോബർ 7-ാം തീയതി ജനിച്ചു. എൻ്റെ പിതാവിൻ്റെ പിതാവായ ഗ്രാൻഡ് ഫാദറിൻ്റെ 2ാം വാർഷിക ദിവസമാണ് ഞാൻ ജനിക്കുന്നത്. മാതാപിതാക്കൾ വളരെയധികം ആത്മീയമായിട്ട് താല്പര്യമുള്ളവരും ദൈവാശ്രയമുള്ളവരും സഭയോട് വളരെ കൂറുള്ളവരും ആത്മീയ രംഗത്ത് വളരെ സജീവമായിട്ട് നിന്നവരും എന്നതുകൊണ്ട് ചെറുപ്പകാലം മുതൽ ആധ്യാത്മിക രംഗത്ത് അനുഗ്രഹരമായിട്ട് മുന്നേറാനായിട്ടുള്ള ദൈവകൃപ ധാരാളമായിട്ടുണ്ടായി. എൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ മൂല്യങ്ങളോടുകൂടി ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതുകൊണ്ട് ആ പാതയിൽ ചരിക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവകൃപ ധാരാളമായിട്ടുണ്ടായി. ഞങ്ങളുടെ പള്ളിയുടെ ചെറിയ ഒരു പ്രൈമറി സ്കൂളിലാണ് എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം. 5ാം ക്ലാസ്സിൽ അവിടെ പ്രസിദ്ധനായ ഒരു വൈദികൻ ആരംഭിച്ച ബഹുമാനപ്പെട്ട KM ഏലിയാസ് കൊച്ചുമൂലയിൽ നടത്തി വന്നിരുന്ന സ്കൂളിൽ ഒരു വർഷം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് മാർത്തോമ്മ സെമിനാരി ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. പഠനത്തിന് ശേഷം CMS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ കോട്ടയം സെമിനാരിയിൽ ചേർന്നു. അവിടുത്തെ പഠനത്തിന് ശേഷം ആ സമയത്ത് ഒരു പ്രത്യേക ക്രമീകരണമുണ്ടായിരുന്നു. GST എന്ന് പറയുന്ന ഡിപ്ലോമയ്ക്ക് സാമാന്യം മാർക്കുണ്ടെങ്കിൽ BA കൂടാതെ MAക്ക് നേരിട്ട് എഴുതാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊവിഷൻ പ്രയോജനപ്പെടുത്തി. എന്നാൽ അതിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് GSTക്കാർക്ക് 1 വർഷത്തെ ഗ്യാപ്പിൽ മാത്രമേ BDക്ക് എഴുതാനൊക്കുള്ളൂ. അപ്പോൾ BD എഴുതാനായിട്ട് ഉള്ള ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേക പാക്കേജ് വന്നു. അവരുടെ പ്രൈവറ്റ് കോഴ്സ് തുടങ്ങിയ വർഷമായതുകൊണ്ട് 2 വർഷം കൊണ്ട് BA എഴുതാനൊക്കും ആയിരുന്നു. അതുകൊണ്ട് ഞാനതിനെ ജോയിൻ ചെയ്തു. അങ്ങനെ BAയും BDയും ഒരു സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ആ സമയത്ത് ഞാൻ പൂർണ്ണസമ്മാശനായ വിവരം അറിഞ്ഞുകൊണ്ട് അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനി എന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സ്റ്റുഡൻറ്റ് സെൻറ്ററിൻ്റെ ചുമതലയും ആ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളുടെ ചുമതലയും എന്നെ ഏൽപ്പിച്ചു. വളരെ വിലപ്പെട്ട ഒരു കാലഘട്ടമാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. ആ തിരുവനന്തപുരത്ത് ഇരുന്ന സമയത്ത് തന്നെ 80-ൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PC ചെറിയാനച്ചൻ വിദേശത്തേക്ക് പോയ അവസരത്തിൽ അഭിവന്യ തിയോഫിലോസ് തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി. എന്നാൽ 85-ൽ എനിക്കൊരു വലിയ അപകടമുണ്ടായി. ആ അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് എൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ പരിമിതമായപ്പം ചില സ്നേഹിതർ തിയോഫിലോസ് തിരുമേനിയോട് പറഞ്ഞതനുസരിച്ച് 1 വർഷത്തേക്ക് എന്നെ ഇംഗ്ലണ്ടിലേക്ക് വിട്ടു. ആ സമയത്ത് ഒരു പഠനത്തിനുള്ള ഒരവസരമുണ്ടായി. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇടവകയുടെ ചുമതലയും വഹിക്കേണ്ടി വന്നു. ലണ്ടനിലെ ഇടവകയുടെ ചുമതല വഹിച്ചു. അന്ന് ലണ്ടൻ ഇടവകയുടെ ചുമതല അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്കായിരുന്നു. അങ്ങനെ തിരുമേനിയെയും തിയോഫിലോസ് തിരുമേനിയെയും അവരെ സമീപിച്ച്
ഞാൻ കുറേ നാൾ കൂടെ അവിടെ സേവനമനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 2ാം വർഷവും ഞാനവിടെ പ്രവർത്തിക്കാനിടയായി. തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംബാസിഡർ എന്നറിയപ്പെട്ടിരുന്നതാണ് ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി. തിരുമേനിയുടെ ശിഷ്യനായിരുന്നു അങ്ങ്. തെയോഫിലോസ് തിരുമേനി അങ്ങയുടെ വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ മാതാപിതാക്കൾ എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തെയോഫിലോസ് തിരുമേനി ആധ്യാത്മിക രംഗത്ത് എൻ്റെ ഗുരുവും എൻ്റെ പിതാവും എല്ലാമാണ്. അതുകൊണ്ട് എക്യുമെനിക്കൽ രംഗത്തും ഓർത്തഡോക്സ് സഭയുടെ ഐക്കൺ എന്നുള്ള നിലയിലും തെയോഫിലോസ് തിരുമേനി ചെയ്തുകൊണ്ടിരുന്ന നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുമ്പോഴും വിദ്യാർത്ഥി ലോകത്തോടുള്ള ആഴമായിട്ടുള്ള ബന്ധവും അവരെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കരുതലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൂടാതെ ഹോസ്പിറ്റാലിറ്റിയുടെ രംഗത്ത് ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ തിരുമേനി ഞാൻ കാണുന്നത്. ആരെങ്കിലും അതിഥിയായിട്ട് വന്നാൽ അതിഥേയത്തിൻ്റെ പൂർണ്ണത ഊഷ്മളതയോടുകൂടി കൈമാറുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തെയോഫിലോസ് തിരുമേനി. ഇതെല്ലാം എന്നെ നിറവായ അനുഭവത്തിൽ വളർത്തിയിട്ടുണ്ട്. ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും സ്നേഹിക്കുന്ന മുഹൂർത്തങ്ങളായിട്ട് തൻ്റെ ജീവിതം മുഴുവനും വേർതിരിക്കുകയും ചെയ്ത അങ്ങനെ ഒരു പിതാവിൻ്റെ ശിഷ്യനാകാൻ സാധിച്ചത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ പ്രവർത്തന മേഖലയിലും നിറവായ അനുഭവങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാതൃകയാണ്. ഒരു സഹായ മെത്രാപ്പോലിത്തയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം സഹായ മെത്രാപ്പോലിത്തയായിട്ടിരുന്ന സമയത്ത് തിരുമേനിക്ക് ഉണ്ടായിട്ടുണ്ടോ? തെയോഫിലോസ് തിരുമേനിക്ക് എന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ ആ പിതാവിനെ അങ്ങേയറ്റം മാതൃകൂടെ ശുശ്രൂഷിച്ചിരുന്നു. മെത്രാപ്പോലിത്ത സ്ഥാനം എൻ്റെ ഒരു സ്വപ്നമല്ലായിരുന്നുകൊണ്ട് എനിക്കൊരു മകനെ പോലെ വളരുന്നതിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകറ്റുവാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ ചിലരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങൾ തമ്മിലുള്ള സമീപനത്തിൻ്റെ അംഗീകാരത്തിൻ്റെയും സർവോപരി ദൈവകൃപയുടെയും സമൃദ്ധി കൊണ്ട് ഞങ്ങൾ അത്ര ഉറ്റ ബന്ധം പുലർത്താനായിട്ട് സാധിച്ചു. ഞാനൊരു മെത്രാപ്പോലിത്ത ആയപ്പോഴും അദ്ദേഹത്തെ എൻ്റെ അടുത്ത് ഞാനൊരു മകനെ പോലെ പെരുമാറുവാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ മെത്രാപ്പോലിത്ത ആയിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ സഹോദരനെ പോലെ ട്രീറ്റ് ചെയ്തു എന്നുള്ള അത്ഭുതമാണ് അതിനകത്ത് കാണുന്നത്. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു കാര്യം തിരുമേനിയുടെ ആവശ്യം നിറവേറ്റുവാനായിട്ട് ഞാൻ അടുത്തി എന്നാൽ എന്നെ തൊടിയിക്കുകയില്ലായിരുന്നു. അത്രമാത്രം ബഹുമാനത്തോടെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുമായിരുന്നു. അതുകൂടാതെ ഞാൻ ചില അവസരങ്ങളിൽ ചെല്ലുന്ന നേരിട്ട് കാണാനായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആലുവയിൽ അദ്ദേഹം വാർദ്ധക്യത്തിലായിരിക്കുന്ന അവസരത്തിൽ ഞാൻ ചെന്നു. കുറേ സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു. അത് ഇദ്ദേഹത്തെ മുഴുവൻ സ്വീകരിച്ചു. ഞാൻ മടങ്ങിപ്പോകാറാകുമ്പോൾ ഞാൻ യാത്ര പറഞ്ഞ് പിരിയുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. തിരുമേനി 2ാം നിലയിലാണ്. ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞ് പോരാൻ ഇറങ്ങിയപ്പം തിരുമേനി പറഞ്ഞ് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി തിരുമേനി കൂട്ടത്തിൽ വരാൻ. ഞാൻ കാലുപിടിച്ചെന്ന പോലെ പറഞ്ഞു, തിരുമേനി താഴോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ആ നടയിൽ ഇറങ്ങി മഴ തുള്ളികൾ അദ്ദേഹത്തെ വീണ് ഞാൻ ആ കാറിൽ കയറുന്നവരെ അവിടെ നിന്ന് എന്നെ യാത്ര അയച്ചു. അത്രമാത്രം സ്നേഹവും കരുതലും ഉള്ള ഒരു പിതാവായിരുന്നു. തിരുമേനിയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവകരുണയാൽ ഞങ്ങൾക്ക് ഹൃദ്യമായ അനുഭവം ഉണ്ടായിരുന്നു. തിരുമേനി അവശനായിട്ടിരിക്കുമ്പോൾ അധികം സംസാരിക്കാനായിട്ട് നിവൃത്തിയില്ലാത്തപ്പോഴും അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് ദീർഘമായ ഒരു സമയം എന്നെ ഉറ്റുനോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. അതായിരുന്നു അവസാനത്തെ എന്നോടുള്ള ട്രീറ്റ്. അത് മഹാത്ഭുതമായിട്ടും വലിയ ദൈവകൃപയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയായിട്ടും ഞാൻ കാണും. അനേകം പ്രസ്ഥാനങ്ങളുടെ പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അങ്ങയുടെ ഭദ്രാസനമായ മുംബൈ ഭദ്രാസനത്തിൽ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയും അതുപോലെ TB പേഷ്യൻസിന് വേണ്ടിയുമുള്ള മെഡിക്കൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ നൈറ്റ് സ്കൂൾ, ഈ കാര്യങ്ങളെപ്പറ്റി തിരുമേനി ഒന്ന് വിശദീകരിക്കുമോ? ഒരു ക്രിസ്ത്യാനിയുടെ ഭാവത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഉയരത്തിലേക്ക് നോക്കുന്നതും ദൈവത്തിന് സ്തോത്രം പാടുന്നതും ദൈവസന്നിധിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 2 കൈകളും വിരിച്ച് സമൂഹത്തെ ഒരുമിച്ച് ആലിംഗനം ചെയ്യുന്നത്. ഇതിൽ ദുഃഖിതരും ക്ലേശരും പ്രയാസപ്പെടുന്നവരും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള കരുതലാണ് യേശുരാൻ്റെ ചലനത്തിലും തിരുവചനത്തിൻ്റെ സമൃദ്ധിയിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് ചെറുതായിട്ടെങ്കിലും അതിനോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു ക്രിസ്തീയ ദൗത്യമാണ്. ഈ കാര്യത്തിൽ
അഭ്യുന്നയ തിരുമേനി വെച്ച ചുവടുകൾക്ക് ഒപ്പം മുന്നേറുവാനായിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മോട്ടോ ആരാധന സേവനം പഠനം എന്നുള്ളതാണ്. ആരാധന പഠനം സേവനം എന്നുള്ളതാണ്. ഈ സേവനം എന്നുള്ളത് കുഞ്ഞു കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ അതിനൊരു രൂപം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നും ഇത് പ്രചോദനം ലഭിച്ചിട്ടുള്ളതാണ്. എയ്ഡ്സ് രോഗികൾ ബോംബെ അരമനയോടടുത്തുള്ള സ്ലമ്മിൽ നൂറുകണക്കിനുണ്ട്. അവിടെ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാൻ ഒക്കില്ല. എന്നാൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെ രോഗം തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന രോഗികൾക്ക് ചികിത്സ ചെയ്താൽ അവരുടെ ആയുസ് കുറെ കൂടെ ദീർഘിപ്പിക്കാൻ സാധിക്കും. കാരണം 30കളിൽ അവർക്ക് രോഗം ബാധിച്ചാൽ അവിടെ കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കും, ഭാര്യ അവശയായിരിക്കും, ഏതാനും നാളുകൾക്കുള്ള വിധവയാകാനാണ് സാധ്യത. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ തകർന്നു പോകും. എന്നാൽ അവരുടെ ആയുസ് 15-20 വർഷം കൂടെ കൂട്ടുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പറന്ന് നീങ്ങാനായിട്ടുള്ളൊരു സാധ്യതയാണ്. അങ്ങനെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കേസസാണ് നമ്മൾ മെത്രാസനമായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ ബാധ്യതയുള്ളതാണ്. കാരണം ഒരു മാസം ചിലപ്പം 2500 മുതൽ 3500 രൂപ വരെ മരുന്നിന് ചിലവഴിക്കേണ്ടി വന്നേക്കും. എന്നാൽ അത് ചെയ്താൽ ആ ഒരു കുടുംബത്തെ പുലർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അവിടുത്തെ നാഥനെ ആയുസ് ദീർഘിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക വശം മാത്രമല്ല, എല്ലാ തലത്തിലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മേഖലയിലാണ് മെത്രാസനം ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഇതിനകത്ത് വളരെയധികം ക്ഷയരോഗികളുണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ പോയി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. മരുന്നുകൾ കൊടുക്കാനായിട്ട്. അപ്പോഴാണ് കൊച്ചുകുട്ടികളും ധാരാളം പേര് ക്ഷയരോഗികളുണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പം ഈ മരുന്നും കൂടെ ഛർദ്ദിച്ചു പോകുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മാൽന്യൂട്രീഷനാണ് എൻ്റെ പ്രധാന സംഗതി. നല്ല ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ കൊടുക്കുന്ന മരുന്ന് പോലും ഛർദ്ദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധ മാറ്റിയിട്ട് ഈ കുട്ടികൾക്ക് ഒരു കപ്പ് പാലും ഒരു മുട്ടയോ ഒരു ഏത്തയ്ക്കായോ മറ്റു ചില ഐറ്റംസും കൂടെ ഒരു നേരം കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കൊടുക്കുന്ന കുട്ടികളൊരു 30 ദിവസം 50 ദിവസം ആകുമ്പോഴത്തേന് ആരോഗ്യം വീണ്ടെടുക്കും. അവർക്ക് പിന്നീട് സാധാരണ നിലയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. മരുന്നുകൾ അനുഭവിച്ചാൽ ഈ ക്ഷയരോഗവും മാറിക്കിട്ടും. വലിയൊരു നമ്പർ ആളുകൾക്ക് സഹായം കൊടുക്കാൻ ഒരേ സമയത്ത് സാധിക്കാത്തതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് പുതിയൊരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ശുശ്രൂഷ ഒരു കാര്യം ചെയ്യുന്നു. ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ? അതോ അല്ലല്ല, ഇതിനകത്ത് ക്രിസ്ത്യാനികൾ ആരും കാണുകയില്ല. മുസ്ലിങ്ങളും ഹിന്ദുസുമാണ് കൂടുതലുള്ളത്. നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. നമ്മുടെ ഓർത്തഡോക്സോ ക്രിസ്ത്യാനിയോ ആരും തന്നെ അതിനകത്തില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്. പാശ്ശിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള തുർബെ എന്ന് പറയുന്ന അതാണ്. അതിനകത്തൊരു 1,00,000-ൽ കൂടുതൽ കുടുംബങ്ങളുള്ള ആണ്. ധാരാളം പേര് റെഡ് ലൈറ്റ് ഏരിയയിലുള്ള പ്രവർത്തനങ്ങളിലും നിർഭാഗ്യവശാൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്നാലും ആ കുട്ടികളെ നോക്കാനാണ്. എയ്ഡ്സ് രോഗികളിലും കൊച്ചുകുട്ടികൾ പോലും ഉണ്ട്. കാരണം നഗ്നരായിട്ട് നടക്കുന്ന കൊച്ചുകുട്ടികളിൽ പോലും എയ്ഡ്സ് രോഗമുള്ളവരുണ്ട്. അവരെ ആരും നോക്കാനില്ല. അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയി കാണും. അപ്പോൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വല്ലതും തോണ്ട് കിട്ടുന്നത് കഴിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ള അവർ മരിച്ചു പോയെന്നും വരും. പക്ഷേ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ഒക്കുകയാണെങ്കിൽ അവർക്ക് ചികിത്സിച്ചാൽ ദൈവം കാരണം ചെയ്താൽ അത് രക്ഷപ്പെട്ടെന്ന് വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. കൂടാതെ ചില കുഷ്ഠരോഗികൾ ഈ സ്ലമ്മിലുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ നമ്മൾ കുറച്ച് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കടൽ പോലെ കിടക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ തുച്ഛമായിട്ടേ ചെയ്യാനൊക്കെയുള്ളൂ. ഉള്ള സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ സ്ലമ്മിൽ നിന്ന് നമ്മൾ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി നമ്മുടെ റെഗുലർ സ്കൂളിൽ മറ്റു കുട്ടികളെ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസോടു കൂടി തുടങ്ങിയതാണ് നൈറ്റ് സ്കൂൾ. ആ നൈറ്റ് സ്കൂളിൽ ഇപ്പോൾ ഒരു 350 കുട്ടികളോളമാണ്. ആ കുട്ടികൾക്ക് ഓരോ വർഷവും ഓരോ ക്ലാസ് കൂട്ടി വന്നിരുന്നതാണ്. ഇപ്പോൾ 10ാം ക്ലാസ് വരെയായി. ആ കുട്ടികൾ അതിസമർത്ഥമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ന്യൂ ബോംബെയിലെ ചില പബ്ലിക് ഇവൻസിൽ നമ്മുടെ കുട്ടികളെ ആ
പ്രസ്ഥാനക്കാർ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന നൈറ്റ് സ്കൂളിലെ കുട്ടികളെ കൂടുതലും വിടുന്നത്. കാരണം അവർക്കൊരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആവേശകരമാണ്. അവരൊരു നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാം തരം പെർഫോമൻസ് നടത്തും. ഒരു പ്രാവശ്യം കാർഡിനൽ നമ്മുടെ പരിപാടിക്ക്, കുട്ടികളുടെ വാർഷിക പരിപാടിക്ക് വന്നായിരുന്നു. അല്പസമയം അവരുടെ പരിപാടികൾ വാച്ച് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ തൊടയിൽ ഇങ്ങനെ തല്ലിയിട്ട് ചോദിച്ചു, ആർച്ച് ബിഷപ്പ്, ഹൗ യു കുഡ് മാനേജ് ടു റൺ സച്ച് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായിട്ട്, വളരെ അംഗീകാരയോഗ്യമായിട്ട്, വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ എല്ലായിടത്തും ഫ്രീഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. കുട്ടികളിൽ സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ട്, എന്നാൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുക. അത് ഓർത്തഡോക്സാരോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളിൽ യോഗ്യരായിട്ടുള്ള, നല്ലതുപോലെ പഠിക്കാനായിട്ട് സമർത്ഥരായിട്ടുള്ള, സാമ്പത്തികമായിട്ട് ശേഷി കുറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഏർപ്പാടുകളാണ്. അങ്ങയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി. എപ്പോഴും അങ്ങ് ഈ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വളരുന്ന തലമുറയുടെ സാധ്യതകളെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നു. അതുകൂടാതെ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ റെഗുലർ പ്രോഗ്രാം അനുസരിച്ച് സെമിനാർ, സിമ്പോസിയം, ഡിബേറ്റ്, കോൺഫറൻസ് ഇങ്ങനെയുള്ള പല പരിപാടികളും പങ്കെടുക്കുമെങ്കിലും ആ ദിവസങ്ങളിൽ കുട്ടികൾ വളരെ ആക്റ്റീവായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവരുടെ ശ്രദ്ധകളൊക്കെ തകർന്നു പോകാനായിട്ട്, മറ്റ് വൈകൃതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനായിട്ട് ധാരാളം സാധ്യതയുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസുകളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അവസരമാണ് കുമ്പസാരത്തിനും റിട്രീറ്റിനുമുള്ള അവസരം. ആ കുമ്പസാരവും റിട്രീറ്റും ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികൾ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ വ്യക്തിപരമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ പിറ്റേ പ്രാവശ്യം വരുമ്പോഴും അവർ കുമ്പസാരത്തിൻ്റെ സമയത്ത് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴോ തീരുമാനങ്ങളെടുത്ത് ക്യാമ്പസിൽ ചെന്ന് മറ്റു സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ട് ഈ നന്മയിൽ നിന്നൊക്കെ വഴുതിപ്പോയ സാഹചര്യങ്ങളെക്കുറിച്ച് പിന്നെയും ദുഃഖിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സ്ഥിരമായിട്ട് വന്ന് മലങ്കര സഭയുടെ വിശ്വാസവും വിശുദ്ധിയും കുദാശകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതായിരുന്നു എൻ്റെ ആരംഭം. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. എന്നാൽ ബോംബെയിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ബോംബെയിൽ കുപ്രസിദ്ധമായിട്ടുള്ള റയറ്റ് ഉണ്ടായത്. ആ റയറ്റിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്, മാധ്യമങ്ങളിൽ കൂടി അറിയുന്നത് നേരിട്ടൊന്ന് അനുഭവിക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് മനുഷ്യരുടെ വണ്ടികൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ലായിരുന്നു. ഞാനൊരു പ്രത്യേക പെർമിഷനിൽ പോലീസ് ഓഫീസറിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങിച്ച് ഞാൻ വണ്ടിയിൽ വാശിയിൽ നിന്ന് CST വരെ, പഴയ BT വരെ പോയ വഴിക്ക് ചിലയിടത്ത് മനുഷ്യരെ കൊന്ന് ചാരമാക്കിയ സ്ഥലങ്ങളും അതുപോലുള്ള വേദനപ്പെടുത്തുന്ന പല സ്ഥലങ്ങളും കണ്ടു. BTയിൽ ചെന്നപ്പം വരുന്ന ട്രെയിനുകൾ മുഴുവനും നിറഞ്ഞ് ആളുകൾ അഭയാർത്ഥികളെ പോലെ വീട്ടിലുള്ള സംഗതികളെല്ലാം നഷ്ടമായി അതുവരെ വളർത്തിയെടുത്തത് മുഴുവൻ നശിച്ചു പോകുന്ന വളരെ ദുഃഖപൂർണമായിട്ടുള്ള ഒരു രംഗം കണ്ടു. തിരിച്ചു വന്ന് ഞാൻ വൈദികരെയും സീനിയർ മെമ്പേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ ഒക്കുന്നത്, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വളരെ സീനിയേഴ്സായിട്ടുള്ള പലരും അഡ്വൈസ് ചെയ്തു. തിരുമേനി, ഇപ്പം നമ്മൾ രംഗത്ത് പോയാൽ സൗത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക നീക്കമുണ്ട്, അതുകൊണ്ട് മുഖം കാണിക്കാതിരിക്കുക നല്ലത്. നമുക്ക് ചെയ്യാവുന്നത് പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുക, ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുക, കുറേ പണം ശേഖരിക്കുക, ഇത് നിലനിൽക്കുന്ന NGOസിന് കൊടുത്ത് ഈ രംഗത്തുനിന്ന് പിന്മാറുന്നതാണ് നല്ലത്. എനിക്ക് വളരെ ദുഃഖമായിരുന്നെങ്കിലും അത് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ ഒതുങ്ങി. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്നാഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതുപോലെ 2 ജാതികൾ തമ്മിലുള്ള മത്സരമൊന്നും ആയിരുന്നില്ല. അത് പൊളിറ്റിക്കലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിർഭാഗ്യവശാൽ മുസ്ലിം അംഗങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വളരെ വേദനാജനകമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് സത്യമാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ഉന്നതരായിട്ടുള്ള ആളുകളാണ് അങ്ങനത്തെ ഒരു രംഗം സൃഷ്ടിച്ചത്. അത് കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നി.
അപ്പോൾ ഇങ്ങനെയുള്ള വൈകൃതങ്ങൾക്ക് മാറ്റം വരുത്തുവാനായിട്ട് വളരുന്ന തലമുറയ്ക്ക് രൂപം കൊടുക്കുന്നത് സഹായകരമായിരിക്കും എന്ന് തോന്നി. കൂടാതെ ഈ യുവജനങ്ങളോ വിദ്യാർത്ഥികളോ മാത്രമല്ല, നാനാജാതി മതസ്ഥരുമായിട്ടുള്ളൊരു ബന്ധം ദൃഢീകരിക്കാനായിട്ട് സാധിക്കുമോ? ലോക പ്രസിദ്ധമായ പല രംഗത്തു നിന്നും ധാരാളം ആളുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിലെ നന്മകൾ കാണാനായിട്ട് വരുന്നവർ തന്നെ തിന്മയിൽ പെട്ടുപോകുന്ന ചില ചുറ്റുപാടുകളുണ്ട്. അതുകൊണ്ടൊരു നാഷണൽ ലെവലിൽ കോണ്ടാക്ട് സ്പേസ് ഉണ്ടാക്കി വരുന്ന ടൂറിസ്റ്റിന് ചില ദിശാബോധം കൊടുക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിലും ഇത് കമ്മ്യൂണിറ്റിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്തയുണ്ട്. പിന്നെ ഈ ഇവിടെ തന്നെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കടന്നു വരുന്ന ആളുകൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളെങ്കിലും ഉണ്ടാക്കി സന്തോഷകരമായിട്ട് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 3 നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും ഞങ്ങൾ മുഴുവൻ സമയം അവിടെ ചെലവഴിക്കും. താല്പര്യമുള്ള കുറേ പേര് അവിടെ താമസിച്ച് മുഴുവൻ സമയം ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുന്നുണ്ട്. പല പള്ളികളിൽ നിന്ന് വരുന്ന ആളുകൾ, ചില ആധ്യാത്മിക സംഘടനകളിൽ നിന്ന് വരുന്നവർക്കും ഇതുപോലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യവും ഞാൻ പറഞ്ഞ അവരെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കുട്ടികളുടെ ഈ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ ആ പ്രദേശത്തൊരു വിത്തിൻ 20 കിലോമീറ്റേഴ്സ് റേഡിയസിൽ 100-ൽ പരം കുട്ടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്കൂളും കൂടെ നടത്താനായിട്ട് ആഗ്രഹിക്കും. ഇപ്പം നമ്മൾ ഒരു നല്ല സ്കൂൾ തുടങ്ങി 7ാം ക്ലാസ് വരെയായി 1200ഓളം കുട്ടികളുണ്ട്. വളരെ ഉന്നതമായിട്ടൊരു നിലവാരം പുലർത്തുന്നുണ്ട്. ഈ കുട്ടികൾക്ക് CBSE സ്കൂള് ആയിട്ട് തുടങ്ങിയപ്പം വെറും 200 രൂപയാണ് ഞങ്ങൾ ഫീസായിട്ട് വെച്ചത്. അതിൽ നിന്ന് കുറച്ചുകൂടെ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഒരു CBSE സ്കൂൾ നടത്താനുള്ള സാമ്പത്തികം അതിനകത്തൊന്നും കിട്ടുകയില്ല, അങ്ങനെ ഒരു ഫീസും ഇല്ല. എന്നാൽ ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന വഴി ആ കുഞ്ഞുങ്ങളും ആ കുടുംബങ്ങളും രക്ഷപ്പെടും. അതിനനുസരിച്ചുള്ളൊരു മാനസിക വികസനം ഉണ്ടാവും, വ്യക്തമായൊരു ദർശനം ഉണ്ടാവും. അവിടെ കൊടുക്കുന്ന ആശയങ്ങളും ചിന്തകളും അതിനനുസരിച്ച് സഹായകരമായിട്ട് വരുമ്പോൾ അവരുടെ വ്യക്തിത്വം നന്നായിട്ട് വളർന്നു വരും. അത് ഭാരതത്തിനും സമൂഹത്തിനും വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നത്. ആ പ്രദേശത്തെ ഏറ്റവും നല്ല സ്കൂള് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ ഒരു ഫീസ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അധ്യാപകർക്ക് ഏറ്റവും നല്ല ശമ്പളം കൊടുക്കാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. പടിപടിയായിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അയർലൻഡിൽ ബെൽഫാസ്റ്റിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു വശത്ത് പ്രോട്ടസ്റ്റൻസും മറുവശത്ത് കത്തോലിക്കരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അടിയും പിടിയും വെടിവെപ്പും എല്ലാം നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് അവിടെ ആരംഭിച്ചതാണ് കുറിമീല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ അവർ തീരുമാനിച്ചത് ഈ വഴക്കടിക്കുന്ന കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻസും ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് സാക്ഷിക്കുക. ഇതുപോലെ ഒരു സാധ്യതയാണ് ഭിന്നതകൾ ഉണ്ടാകുന്നിടത്ത് ഹിന്ദുക്കളോ മുസൽമാന്മാരോ ക്രിസ്ത്യാനികളോ നാനാജാതി മതസ്ഥരോ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് ജീവിക്കാനും സാധിക്കുന്നൊരു സാഹചര്യം. അത് പെർമനൻ്റായിട്ട് താമസിച്ചില്ലെങ്കിലും ഈ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസെപ്റ്റ് അതാണെങ്കിൽ അവിടെ കയറുകയും ഇറങ്ങുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് വളരെ അനുഗ്രഹകരമായിട്ടുള്ളൊരു സന്ദേശം കൈമാറാനായിട്ട് സാധിക്കും. ബോംബെ ശാന്തമായ ഒരന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചു. ഭാരതം മുഴുവനും ദൈവജനം മുഴുവനും അങ്ങനെ ഒരു അനുഭവത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വപ്നമാണ്. ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വപ്നമാണ് ഈ ഭിന്നതകൾ ഇല്ലാതാക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മലങ്കര സഭ ഇന്ന് ഒരു പ്രത്യേക സഭാ തർക്കത്തിലൂടെ ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ? നമ്മൾ വ്യക്തികൾ പറയുകയാണെങ്കിൽ വിവാഹ ബന്ധങ്ങളിലൂടെയൊക്കെ രണ്ട് സഭക്കാരും ഒന്നായിട്ട് ചേരുകയും അവരൊന്ന് ജീവിക്കുകയും ചെയ്യുന്നു. പല കുടുംബങ്ങളും ഈ രണ്ട് സഭകളുള്ളവരുമുണ്ട്. ഇപ്പം തിരുമേനയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു തിരുമേനയുടെ സഹോദരനും യാക്കോബ സഭയിലെ ഒരു ബിഷപ്പാണ്, എൻ്റെ നെവ്യൂ. ഓക്കെ. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സഭകൾ ഇത് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ എത്രമാത്രം സാധ്യതകളുണ്ട്? ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ വളരെ സാക്ഷ്യത്തോടു കൂടി പറയാൻ സാധിക്കുന്നതാണ് ഇതിന് ഒത്തിരി സാധ്യതയുണ്ടാകും.
ഞാൻ എൻ്റെ ഒരു അപകടം പിടിച്ച് 85 അപകടം പിടിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെളിയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് തേവഫ്രസ് തിരുമേനി കാലം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ കാലിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. തിരുമേനി പരിചയപ്പെടുത്തിയ ലോകപ്രസിദ്ധമായ ഒരു ബിസിനസ് നടത്തുന്ന കിഴക്കമ്പലത്ത് അനാലുമിനിയം കമ്പനിയും കിറ്റെക്സും ഒക്കെ അതിൻ്റെ ഉടമ എന്നെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏറ്റവും സൗകര്യത്തോടു കൂടി എന്നെ ചികിത്സിച്ചു. 1.5 മാസമായിരുന്നു ചികിത്സ. ഞാൻ യൂറോപ്പിലും ശ്രീലങ്കയിലും ഒക്കെ ആയിട്ട് ഒരു 3 മാസം യാത്ര ചെയ്യേണ്ട സമയത്താണ് അദ്ദേഹം എൻ്റെ കാലിൻ്റെ മുറിവ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പ്രായത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തി. തേവഫ്രസ് തിരുമേനി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കാണാൻ പോയതാണ്. പെട്ടെന്ന് എൻ്റെ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് തേവഫ്രസ് തിരുമേനി കാലം ചെയ്തു. ഞാനതുകൊണ്ട് എസ്കേപ്പ് ചെയ്തതെന്ന പോലെ ബോംബെക്ക് പോയി. എന്നാൽ അദ്ദേഹം എൻ്റെ നമ്പർ എടുത്ത് എന്നെ അന്വേഷിച്ച് വഴക്ക് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുവന്ന് ചികിത്സ തുടങ്ങി. ഈ ചികിത്സ എന്ന് പറയുന്ന 1.5 മാസത്തോളം ഞാൻ അവിടെ ചെലവഴിച്ച അവസരത്തിൽ പാത്രികീസ് വിഭാഗത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള മെത്രാപ്പൊലിത്തന്മാരും പുരോഹിതന്മാരും അൽമായക്കാരും ധാരാളം പേര് എന്നെ കാണാൻ വന്നു. ആ സമയത്ത് ഞാനവിടെ ഒരു ഹൗസ് അറസ്റ്റിൽ എന്ന പോലെ ആയിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം ചിന്തിക്കാനായിട്ടൊരു അവസരം കിട്ടി. ഞാൻ ഇവരുമായിട്ടൊക്കെ പലരും ഷെയർ ചെയ്തു. ചിലരൊക്കെ എന്നോട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തു. ഒരിക്കൽ ഇപ്പോൾ കൊല്ലം മെത്രാസനത്തിൻ്റെ അന്തോണിയോസ് തിരുമേനി അന്ന് കൊച്ചി മെത്രാസനത്തിൻ്റെ അധിപനാണ്. അദ്ദേഹം എന്നെ കാണാൻ വരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പരിശുദ്ധ ബാവതിരുമേനിയെ കാണാൻ പോവുകയാണെന്നുള്ളതും ഫോണിക്കൂടെ അറിഞ്ഞപ്പം ഞാൻ അവിടെ ഇരുന്ന ഒരു കത്തെഴുതി പരിശുദ്ധ ബാവതിരുമേനിക്ക്. ഇതൊരു സാധ്യതയാണ്. 2 വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്കൊരു വേദി ഉണ്ടാക്കണം. പരിശുദ്ധ ബാവതിരുമേനി അതിന് നേതൃത്വം നൽകണം. എൻ്റെ ഇവിടെയുള്ള എക്സ്പീരിയൻസ് ഇതാണ്. പലർക്കും ഇത് വളരെ ദാഹമാണ്, മോഹമാണ്, പ്രാർത്ഥനയാണ്. ബാവതിരുമേനി പറഞ്ഞു, ആബുവിൻ ഇതിനകത്തൊന്ന് ഉത്സാഹിക്കണം, ഇതൊക്കെ നമുക്കിനെങ്ങനെ സാധിക്കണം. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ 3 മാസമായിട്ട് നാട്ടിലില്ല, മെത്രാസനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഇവിടെ ധാരാളം പേരുണ്ടല്ലോ. ബാവതിരുമേനി നിർബന്ധമായിട്ട് പറഞ്ഞു ഞാൻ അതിനകത്തുണ്ടായിരിക്കണം. അങ്ങനെ ഉത്സാഹിച്ചെങ്കിലും അന്ന് പാത്രികീസ് വിഭാഗത്തിലെ ഗ്രിഗോറിയസ് തിരുമേനി ബാംഗ്ലൂർ പോയിരിക്കുന്നു. ഞാനും ബോംബെ പോയി കഴിഞ്ഞ പിറ്റേ ദിവസം അദ്ദേഹം വരുള്ളൂ. അതുകൊണ്ട് അന്ന് ആ മീറ്റിംഗ് നടന്നില്ല. എന്നാൽ കഴിഞ്ഞിട്ട് അതിന് രൂപം കൊടുത്തു. പാത്രികീസ് വിഭാഗത്തിൽ നിന്നും ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും 8-10 പേര് വീതം ഒരുമിച്ച് പല അവസരങ്ങൾ സമ്മേളിച്ചു. 1999 അവസാനത്തെ ഒരു സമ്മേളനത്തെക്കുറിച്ച് മാത്രം ഞാൻ ചുരുക്കമായിട്ട് പറയാം. ആ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തു. അന്ന് ഭാഗ്യവശാൽ കോട്ടയം സെമിനാരിൽ പഠിച്ച 2 വിഭാഗത്തിലെ ആളുകൾ 4 പേര് ഞങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട KM ജോർജൻ കോട്ടയം സെമിനാരിയുടെ പ്രിൻസിപ്പല്, ഞാൻ, അതുകൂടാതെ പാത്രികീസ് വിഭാഗത്തിലെ മുളന്തുരുത്തിലെ സെമിനാരിയുടെ പ്രിൻസിപ്പല് ബഹുമാനപ്പെട്ട ആദായി കോർപ്പിസ്കോപ്പ, മലബാർ ഭദ്രാസനാധിപനായിരുന്ന അഭിമന്യ ഫിലിക്സ് തിരുമേനി. ഞങ്ങൾ 4 പേരും കോട്ടയം സെമിനാരിൽ ഒരു സമയത്ത് പഠിച്ചിരുന്നതാണ്. ഫിലിക്സ് തിരുമേനി ഞങ്ങൾ ചെല്ലുമ്പോൾ അവസാന വർഷമായിരുന്നു. മറ്റ് 3 പേരും ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. അവർ ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ 3 പേരും ഒരു ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് എറണാകുളത്ത് ഞങ്ങളെ അറിയുന്ന ഒരാൾ ഒരു വീട്, ആരുമില്ലാത്ത ഒരു വീട് സ്വതന്ത്രമാക്കി തന്ന് ഒരു രാത്രി ഞങ്ങൾക്ക് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. ആ ഡിസ്കഷൻ വളരെ ഇഫക്റ്റീവായപ്പം തെറ്റിദ്ധാരണകളും അകൽച്ചകളും ഒക്കെ മാറ്റാൻ സാധിച്ചു. പിറ്റേ ദിവസം സെഷന് വന്നു. ഉച്ചവരെ ഗൗരവമായിട്ടുള്ള പല കാര്യങ്ങൾ വന്നിട്ട് 7 പോയിന്റിൽ ഞങ്ങളൊരു ധാരണയുണ്ടായി, 2 ഭാഗങ്ങളും കൂടി യോജിക്കാനായിട്ട്. അതിൻ്റെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഡിസംബർ 31-ാം തീയതി 2 വിഭാഗ ആളുകളും ഒരുമിച്ച് കൂടുക, സഭാ നേതൃത്വം തന്നെ ഒരുമിച്ച് വന്നിട്ട് സാധാരണ ഡിപ്ലോമാറ്റ്സ് തമ്മിൽ ഒരു ഫയൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരു പ്രക്രിയ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അതിനോടകം 2 വിഭാഗങ്ങളുടെയും അംഗീകാരം തേടി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിവർത്തിച്ചു. നിർഭാഗ്യവശാൽ ഒരു പള്ളി കേസിന് വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നു. അവിടെ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായിട്ട് അത് കൈകാര്യം ചെയ്യണമെന്ന് ധാരണയുണ്ടായി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആളുകളുടെ ആവേശത്തിന് പടക്കം പൊട്ടിക്കുകയും പരിശുദ്ധ ബാവതിരുമേനിക്ക് സ്വീകരണം കൊടുക്കുകയും
ആരവം ഉയർത്തുകയൊക്കെ ചെയ്തപ്പം ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ ഗ്രിഗോറിയസ് തിരുമേനിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഈ ഒരു കേസിൽ, ഒരു ചെറിയ പള്ളിയുടെ വിധിയിൽ അവരിത്രയും ബഹളം ഉണ്ടാക്കുമ്പം നമ്മൾ തലകൊണ്ട കൊടുത്താൽ എങ്ങനെ രക്ഷപ്പെടും, നമ്മൾ അപകടത്തിലാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അല്ലെങ്കിൽ പുതിയ സഹസ്രാബ്ദത്തിൽ 2000 ജാനുവരി 1 മുതൽ മലങ്കരയിൽ ഭാരതത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികളെല്ലാവരും കൂടെ ഒരു കൊടുക്കീഴിലായി മാറി. അപ്പോൾ അതൊരു സാധ്യതയാണ്. നമ്മുടെ ബലഹീനത കൊണ്ട് രണ്ട് വിഭാഗത്തിൻ്റെയും അനാവശ്യമായ സമീപനം കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ്. ഈ ലോകത്താകമാനം ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുന്ന ഒരു ചുറ്റുപാടാണ്. നമ്മുടെ വൈദികരുടെ ഒരു സമ്മേളനത്തിൽ ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചില നേതാക്കളെ കൊണ്ട് ആ കോൺഫറൻസ് നടത്തിയപ്പം അവരൊരു ആർട്ടിക്കിൾ എന്നെ കാണിച്ചിട്ട് അത് വായിക്കാൻ പറഞ്ഞു. അതിൻ്റെ തലക്കെട്ട് 21st century ഈസ് ഫോർ ഓർത്തഡോക്സി എന്ന്. ഇത് ആഗോളതലത്തിൽ വലിയ നീക്കങ്ങൾ വരുത്തുന്ന, ഈ അടുത്ത നാളിൽ പരിശുദ്ധ ബാവ തിരുമേനി പരിശുദ്ധ മാർപ്പാപ്പായെ സന്ദർശിച്ചപ്പം അദ്ദേഹം സ്വന്തം പാലസ് വേർതിരിച്ച് പരിശുദ്ധ ബാവ തിരുമേനെ സ്വീകരിച്ചു. വെളുപ്പിനെ 4 മണിക്ക് ബാവ തിരുമേനി എയർപോർട്ടിലേക്ക് പോകുമ്പം അദ്ദേഹം വീണ്ടും ഉണർന്നെഴുന്നേറ്റ്, തലേദിവസം തന്നെ യാത്ര പറഞ്ഞതാണ്, എന്നാൽ ഉണർന്നെഴുന്നേറ്റ് അദ്ദേഹത്തെ യാത്രയാക്കി. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ വിനയത്വം മാത്രമല്ല, ആഗോളതലത്തിൽ ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത ശൈലിയെക്കുറിച്ചും വേദശാസ്ത്രത്തെക്കുറിച്ചുമുള്ള വലിയ അനുകൂലമായ ചിന്തകളാണ് ഇതുപോലുള്ള പ്രതികരണത്തിന് ഇടയാക്കിയതെന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. ആഗോളതലത്തിൽ ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ചും വേദശാസ്ത്രത്തെക്കുറിച്ചും അറിയാവുന്നവർ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഈ സമയത്താണ് ഭാരതത്തിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ മലങ്കര സഭയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വിനയത്തോടെ, ആ സമയത്ത് വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമ്മെ ദൈവം മാർത്തോമാ ശ്ലീഹായിൽ കൂടി ഭരമേൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ചെയ്യാൻ ഒക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം ഭാരതത്തിലെ അന്തരീക്ഷത്തിലുണ്ടാകും. യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതിൽ ഭാരതീയ മക്കൾക്ക് ഒരു അവസരമുണ്ടാവും എന്ന് ഉറച്ചു വച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതിനകത്ത് നമ്മുടെ യോജിപ്പും ഒരുമിച്ചുള്ള നീക്കവും വളരെ നിർണായകമാണ്. അതിനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. പക്ഷേ നിർഭാഗ്യവശാൽ 99-ന് ശേഷം മാനസികമായിട്ട് അകന്നു. രണ്ട് വിഭാഗത്തും മെത്രാന്മാർ ധാരാളമായിട്ടുണ്ടായി. ഹിഡൻ അജണ്ട പലപ്പോഴും ഉയർന്നു വരുന്ന പ്രവണതകളുണ്ട്. പൈശാചികത നമ്മെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളുണ്ട്. ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും കാണുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്താൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ബോധ്യം. അത്ര എളുപ്പമല്ല. കാരണം മാനസികമായിട്ട് സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നെ നേതൃത്വം നൽകിയിരുന്നവർ അല്പമെങ്കിലും നിരാശയിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കാര്യങ്ങളും മാറ്റം വന്ന് രണ്ട് ഭാഗങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയും ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്ന ഒരു ചുറ്റുപാടാണ്. എന്നാൽ ദൈവം കരുണ ചെയ്താൽ ഇതിനെല്ലാം മാറ്റം വരും. ദൈവത്തിൻ്റെ കാരുണ്യവും താല്പര്യവുമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, വലിയ വെല്ലുവിളികളാണ്. അത്ര നിസ്സാരമായിട്ട് വായിച്ചാൽ നോക്കിയാൽ ഉടനെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല. എന്നാൽ പരിഹരിച്ചേ തീരൂ എന്നുള്ളത് നമ്മുടെ ഉറച്ച ബോധ്യമാണ്. അത് രണ്ട് കാര്യങ്ങളിലാണ്. അതായത് ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനെയും കർത്തൃസന്നിധിയിൽ അവതരിപ്പിക്കുന്ന ഒരു സഭയാണ്. അതിനകത്ത് നമ്മൾ തന്നെ രണ്ട് വിഭാഗമായിട്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ആ സത്യത്തെ തകർക്കുന്ന ഒരു ചുറ്റുപാടാണ്. കൂടാതെ ഈ ലോകം മുഴുവനും സത്യത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് നിർണായകമായിട്ടുള്ള സംഭാവന ചെയ്യാൻ സാധിക്കുന്നതാണ് ഓർത്തഡോക്സ് സഭ. ഭാരതത്തിൻ്റെ ആത്മാവും ഭാരതത്തിൻ്റെ ചിന്തകളും അനുസരിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന സഭ ഏതെന്ന് ചോദിച്ചാൽ നാഷണൽ ചർച്ച് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ വേദശാസ്ത്രപരമായിട്ട് ഭാരതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സഭ എന്നുള്ള നിലയിലും ഓർത്തഡോക്സ് സഭയ്ക്കാണ് അതിനകത്ത് നിർണായകമായിട്ടുള്ള സംഭാവന ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ തലത്തിലേക്ക് വന്ന് പുതിയ ഒരു സമീപനം
നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും, അതൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. വളരെ കഷ്ടപ്പാടുള്ള ഒരു സംഗതിയാണെങ്കിലും അത് നിർണായകമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു ആഗോളതലത്തിലുള്ളത്. എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഏതാനും പേര് വളരെയധികം സമർപ്പണത്തോടുകൂടി, അതിനകത്ത് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ, രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ ആ മാറ്റം കാണുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് ഉത്സാഹിച്ചതുകൊണ്ട് ഭാരതത്തെക്കുറിച്ചുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചിത്രമല്ല, വളരെ ആവേശത്തോടെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ട്. മലങ്കര സഭയും എന്ന് അവഹേളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ സഭ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും വെല്ലുവിളികളെ വ്യക്തമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടുവാനായിട്ട് ഉത്സാഹിക്കുകയും വളരുന്ന തലമുറയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്താൽ ഈ സഭയ്ക്കുള്ള വിഭവങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു തലത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് ഈ സഭയിലെ ഭിന്നതയും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായും മുഖ്യമായ പ്രാർത്ഥനാ വിഷയമായിട്ടും എടുത്ത് അതിന് അപ്പുറമായിട്ടുള്ള ഒരു തലം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ താല്പര്യം മുഴുവനായിട്ട് ഉൾക്കൊള്ളുവാനും അതിൽ നമ്മിലെ സിദ്ധികൾ പ്രയോജനപ്പെടുത്തുവാനുള്ള സമർപ്പണം പൂർണ്ണമാക്കുവാനും സാധിച്ചാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, അനുഗ്രഹകരമായ നീക്കങ്ങൾ വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ര എളുപ്പമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഒരു കൊച്ചു വാക്കിൽ വളരെ ഈസിയായിട്ട് അത് പറയുകയല്ല. വളരെ നിർണായകമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. എന്നാൽ 57 ഈ സഭയിൽ യോജിപ്പ് ഉണ്ടായതാണ്. വളരെ അനുഗ്രഹകരമായിട്ട് 58 ശേഷം 70 വരെയെങ്കിലും ആ 10-12 വർഷം ഉണ്ടായ മലങ്കര സഭയുടെ വളർച്ച എന്ന് പറയുന്നത് അപാരമാണ്. രണ്ട് വിഭാഗത്തിലും ധാരാളം ആളുകൾ സ്വപ്നം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപാരമായിട്ടുള്ള സിദ്ധികളും കഴിവുകളും ദൈവകൃപയും ധാരാളമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സഭയാണ്. സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വളരെയധികം സമൃദ്ധിയായിട്ടുണ്ടാവും. അതുകൊണ്ട് പഴയതുപോലെ തന്നെ ഏതെങ്കിലും മാർഗം കണ്ടെത്തി ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ ദൈവകൃപ ധാരാളമായിട്ടുണ്ടാവും. അത് വളരെ നിർണായകമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒളിച്ചോടാനോ നമുക്ക് സാധിക്കില്ലെന്ന് എൻ്റെ കുറച്ച് ബോധ്യം. തിരുമേനി, സെൻറ് തോമസ് തിയോളജിക്കൽ സെമിനാരി നാഗ്പൂർ, ഇതിനെപ്പറ്റി തിരുമേനി ഒന്ന് അല്പം വിശദീകരിക്കുമോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഭിനന്ദ തേപ്പുരസ് തിരുമേനി ഉണ്ടായിരുന്ന അവസരത്തിൽ ബാക്കി കേരളത്തിലെ വൈദികരുടെ ഒരു സമ്മേളനം ബോംബെയിൽ വെച്ച് കൂടിയ അവസരത്തിൽ കേരളത്തിന് വെളിയിൽ ഒരു വൈദിക സെമിനാരി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം വന്നു. തേപ്പുരസ് തിരുമേനി അന്ന് ബോംബെയിൽ വാശി സ്കൂളിനോട് ബന്ധിച്ച് ടെക്നിക്കൽ വിങ്ങിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്ത ഒരു കെട്ടിടം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇവിടെ തുടങ്ങാം, ഞാൻ പ്രായമായി, ആരെങ്കിലും ഉത്തരവാദിത്വം എടുത്താൽ അത് നന്നായിരിക്കും. നിർഭാഗ്യവശാൽ ആ വിഷയം അവിടെ അങ്ങ് അവസാനിച്ചു. കുറേ നാളുകൾക്ക് ശേഷം കൽക്കട്ട മെത്രാസന അധിപനായിട്ടുള്ള അഭിനന്ദ ഡോക്ടർ മാ തെവോദോസിയോസ് തിരുമേനി വളരെ താല്പര്യപൂർവ്വം ഉത്സാഹിച്ച് ഭിലായിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്ത് തുടങ്ങിയതാണ് സെമിനാരി. അതിൻ്റെ ആദ്യത്തെ വർക്കിംഗ് പ്രസിഡന്റും തിരുമേനിയായിരുന്നു. കുറേ നാളുകൾ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം കൂടുതൽ വിശാലമായിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളോടുകൂടി സെമിനാരി വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നാഗ്പൂർ ഇപ്പം കാണുന്ന സ്ഥലത്ത് സെമിനാരി പറിച്ചു നട്ടു. അത് വളരെ അനുഗ്രഹമായിട്ട് വളർന്നു വരുന്നു. ഈ സെമിനാരിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിനുള്ള വൈദികർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ശുശ്രൂഷയിൽ യോഗ്യരാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ അതിനോടൊപ്പം തന്നെ വ്യക്തമായ ഒരു ധാരണയുള്ളതാണ് കേരളത്തിന് വെളിയിലുള്ള സുവിശേഷപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സുവിശേഷം എന്ന് പറയുമ്പം തിരുവചനം അറിയിക്കുക മാത്രമല്ല, തിരുസഭയുടെ വ്യക്തമായിട്ടുള്ള ദർശനം, ക്രിസ്തുവിൻ്റെ സ്നേഹം, കരുണ മനുഷ്യജാതിക്ക് കൈമാറുന്ന ഒരു വലിയ പ്രക്രിയയിൽ മലങ്കര സഭ വളരെ സജീവമായിരിക്കണം. മാർത്തോമ്മ പൈതൃകം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. മാർത്തോമ്മ ശ്ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തു എന്ന് വിശ്വസിക്കാവുന്ന ഒരു സംഗതി, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗോണ്ട ഫോറസ്റ്റിന് കൊട്ടാരം പണിയണം എന്നാഗ്രഹിച്ച് വന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൊട്ടാരം പണിയുന്നതിന് മുമ്പ്
ഖജനാവിലുള്ള പണം തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുടിലുകളിൽ എത്തിക്കുവാനാണ് മാർത്തോമാ ശ്ലീഹ ശ്രമിച്ചത്. അതാണ് നമ്മുടെ പിതാവിൻ്റെ പാരമ്പര്യമായിട്ട് കാണുന്നതെങ്കിൽ മലങ്കര സഭയ്ക്കും ഈ രംഗത്ത് നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകാനുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ആ പിതാവ് ആരംഭിച്ചതാണ് വൈദിക സെമിനാരി. ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാ കോണിലും ഈ സുവിശേഷം എത്തിക്കുവാനും നല്ല വിശേഷമായ മനുഷ്യൻ്റെ ഉദ്ധാരണത്തെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉണ്ടാകുവാനും അത് വിദ്യാഭ്യാസപരമായ രംഗത്തായാലും സാമൂഹിക പരിവർത്തനത്തിൻ്റെ തലത്തിലായാലും ഈ മാറ്റങ്ങൾ വരുത്തി മനുഷ്യജാതിയെ പ്രത്യേകിച്ച് നൊമ്പരപ്പെടുന്ന തളരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ ബോധ്യമില്ലാത്തൊരു സമൂഹത്തിന് വ്യക്തമായ ഒരു ധാരണ വെച്ചു പുലർത്തണം, അവരെ ഉയർത്തണം, അവരുടെ ഉത്ഥാനമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ സെമിനാരി ആരംഭിച്ചത്. അതുകൊണ്ട് ആ ദർശനമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇത് ഏറ്റുവാങ്ങുവാനായിട്ട് മലങ്കര സഭയ്ക്ക് ഇപ്പോഴും ആരോഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖം അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു വെല്ലുവിളിയായിട്ട് യുവജനങ്ങളുടെ മനസ്സിൽ നിറച്ചാൽ അവർ പുരോഹിതന്മാരായി കഴിയുമ്പോൾ അവരിൽ കൂടി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യത ഉണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ ധാരാളം യുവജനങ്ങൾ ഈ മേഖലയിൽ ശ്രദ്ധ വെച്ച് മലങ്കര സഭയുടെ തന്നെ ഒരു ദർശനമായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ് സെമിനാരിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഇതിന് സഹായകരമായിട്ട് സെമിനാരിയുടെ അടുത്ത് തന്നെ പ്രേരണ എന്ന് പറയുന്ന ഒരു സെൻ്ററുണ്ട്. മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്നു. അപ്പം സെമിനാരിയുടെ തന്നെ ഒരു ദർശനമായിട്ട് ഇതിനെ കാണുകയും വളർത്തുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പല പരിപാടികളുണ്ട്. വൈദിക സെമിനാരിയുടെ ഫീൽഡ് വർക്കിൽ വിദ്യാർത്ഥികൾക്ക് പല സ്ഥലങ്ങളും അലോട്ട് ചെയ്യുമ്പം ഇടവകൾ മാത്രമല്ല ഇതുപോലുള്ള മിഷൻ സെൻറ്റേഴ്സ്, മിഷൻ എന്ന് പറയുമ്പം സുവിശേഷപരമായിട്ടുള്ള നീക്കങ്ങൾ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഉദ്ധരിക്കേണ്ട സാഹചര്യങ്ങളുമൊക്കെ ഫീൽഡായിട്ട് കാണിച്ച് വിദ്യാർത്ഥികൾക്ക് അതിനൊരു ഓപ്പണിംഗ് എക്സ്പോഷർ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് വൈദിക സെമിനാരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സഭ മുഴുവനായിട്ട് ഈ ദർശനം ഏറ്റുവാങ്ങാനായിട്ട് ഉത്സാഹിക്കും. പ്രത്യേകിച്ച് ഇടവക തലത്തിൽ അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികൾക്ക് ആവേശകരമായിട്ടുള്ളൊരു ചിന്തയായിട്ട് ഇത് വന്നെങ്കിൽ മാത്രമേ സഭ മുഴുവനായിട്ട് ഈ ദർശനം ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മാനസികമായിട്ടൊരു രൂപാന്തരം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലുള്ള ഇടവകളിൽ ഈ ദർശനം ഏറ്റുവാങ്ങുന്ന ഒരു സംഘം ഇടവകയുടെ ദൈനംദിന കാര്യങ്ങൾ പുരോഹിതന്മാരോടൊപ്പം സഹായിക്കുകയും സഹകരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നെങ്കിൽ അപാരമായ ഒരു മാറ്റം ഉണ്ടാകും. ഈ സെമിനാരിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവ വൈദികർക്ക് ആ ദർശനം ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി. തിരുമേനി, MGOCSM ആസ്ഥാന മന്ദിരം അതൊരു കൊമേഴ്സ്യൽ സെൻ്ററായി മാറി എന്നൊരു ശ്രുതിയുണ്ട്. തിരുമേനി ഇതിനെ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു വാർത്ത പരത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സത്യം ഞാൻ വിവരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തികച്ചും യാദൃശ്ചികമായിട്ട് ഇപ്പോഴത്തെ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലസ് തിരുമേനി ജനറൽ സെക്രട്ടറി ആയിട്ട് MC ചെറിയാനായിട്ട് ഇരുന്ന അവസരത്തിൽ നമ്മുടെ കോട്ടയം സെൻറ്ററിന് തൊട്ട് കിഴക്ക് വശത്തുള്ള ഒരു 85-83 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു. അത് ഒരു നമുക്ക് പറ്റിയ നമ്മുടെ വികസനത്തിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് കണ്ട് അദ്ദേഹം ഉത്സാഹിച്ചു. ഏതാനും പേരെ സമീപിച്ചപ്പം ആ സ്ഥലം വാങ്ങുവാനായിട്ട് കോടികൾ ചെലവഴിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മലങ്കര സഭയുടെ തന്നെ ഉന്നതരായിട്ടുള്ള ചിലരെ സമീപിച്ചപ്പം ഇതിനൊരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് അവരുടെ ഉപദേശം സ്വീകരിച്ച് അതിനകത്ത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് കേട്ടു, അതായത് ഫ്ലാറ്റ്സ് ഉണ്ടാക്കി. അതിൽ നിന്ന് വളരെ അടിസ്ഥാനപരമായ ഒരു ചിന്ത ഉണ്ടായത് ഫ്ലാറ്റ്സ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സ്ഥലം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കേരളത്തിന് വെളിയിൽ ചില സെൻറ്റേഴ്സിൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി വൈദികരെ വളർത്തിയെടുക്കുന്ന ഒരു പതിവുണ്ട്. അവർക്ക് വലിയ പട്ടണങ്ങളിലാണെങ്കിൽ അക്കോമഡേഷൻ തന്നെ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും. അതിനുള്ള സാമ്പത്തിക ശേഷി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല.
ഹോസ്റ്റൽ വഴി കിട്ടുന്ന ഏതാനും തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ പ്രസ്ഥാനത്തിനുള്ളൂ. എന്നാൽ ഇത് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്ന് അതിനകത്തുനിന്ന് കുറച്ച് പണം ശേഖരിക്കാൻ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സഹായിക്കാനും ധാരാളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ തിരുമേനിയുടെ കാലം മുതൽ വളരെ ശ്രദ്ധയോടെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭംഗമായിട്ട് തന്മയത്വത്തോടെ ചെയ്യാനും സാധിക്കുന്ന സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനൊരു സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ആ രംഗത്ത് ഇറങ്ങിയതാണ്. നിർഭാഗ്യവശാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അതിൻ്റെ പൂർത്തീകരണം നടത്താനായിട്ട് സാധിച്ചില്ല, റിസഷൻ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ സമയത്ത് തെറ്റിദ്ധാരണകൾ വളർന്നു വരത്തക്കവണ്ണം ചില സാഹചര്യങ്ങളുണ്ടായി. അത് നിർഭാഗ്യവശാൽ മലങ്കര സഭയിൽ പല കാര്യങ്ങളെക്കുറിച്ചും നടക്കുന്ന പോലെ ഇതിനെക്കുറിച്ച് ഒരു പ്രചരണവും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടായെന്നല്ലാതെ വളരെ അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം കാണുന്നത് ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ പകുതിയോളം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സുരക്ഷിതമായിട്ട് കിട്ടി. അതിനകത്ത് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നു. ഇപ്പോൾ കരിക്കിനത്തിന് അതിൻ്റെ മേജർ പോർഷൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ വരുമാനം ഇപ്പോൾ കുറേ കടമുണ്ട്, ഏതാനും കോടികൾ കടമുണ്ട്. അത് വീടിക്കഴിയുന്ന അതിനോട് അവസരത്തിൽ ലക്ഷങ്ങൾ നമുക്കൊരു ആദായമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശാലമാക്കുവാനായിട്ട് ആ പണം വേർതിരിക്കാനായിട്ട് അതിനകത്ത് ഒരു മേജർ പോർഷൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ 2 തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ചിലർക്ക് പൂർണ്ണമായിട്ട് അതൊരു ഗ്രാൻഡായിട്ട് കൊടുക്കും. മറ്റു ചിലർ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഉദാഹരണം പറഞ്ഞാൽ BSc നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ആഗ്രഹം ഒരു ലോണായിട്ട് കിട്ടുന്ന 4 വർഷമോ 5 വർഷമോ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഗൾഫ് പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലെന്ന പോലെ വരാൻ ഒക്കുകയാണെങ്കിൽ അവർക്കൊരു നല്ല സാലറി കിട്ടും. ആ സാലറിയിൽ നിന്ന് ഈ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഭിമാനത്തോടെ അവർക്ക് ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ചെറുപ്പക്കാരിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു സെൻറ്റിനറിയോട് ബന്ധിച്ച് 100 കുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ അവർക്ക് എത്രമാത്രം പഠിക്കാനൊക്കുമോ അത്രയും നാൾ പഠിപ്പിക്കാനായിട്ട് ഒരു സ്കീം നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറേ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചിലർ മെഡിസിനും എൻജിനീയറിങ്ങിനുമൊക്കെ പഠിക്കുന്ന കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം പഠിക്കാനൊക്കുമോ അത്രയും പഠിപ്പിക്കാനായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള സ്കീമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് മലങ്കര സഭയിൽ നമുക്ക് നിർണായകമായിട്ട് ചെയ്യാവുന്നത്. ഏറ്റവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പഠിക്കാനായിട്ട് സാധിക്കുന്ന കുട്ടികൾക്ക് മലങ്കര സഭയുടെ കുഞ്ഞുങ്ങളാണിത്. അവർക്ക് ഏറ്റവും മെച്ചമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തിയാൽ ആ കുടുംബങ്ങൾ രക്ഷപ്പെടും. ഈ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും മുന്നോട്ട് പോകുന്നവരായിട്ട് തീരുകയാണെങ്കിൽ സഹായകരമാണ്. അതുകൊണ്ട് ആണ്ടിൽ 2-3 പ്രാവശ്യം അവരെ വിളിച്ചു വരുത്തി ചില കോൺഫറൻസുകളും പരിപാടികളും പങ്കെടുപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ റെഗുലറായിട്ടുള്ള കോൺഫറൻസുകളിലും അവരിൽ പലരും പങ്കെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിത മൂല്യങ്ങളിലും അവരുടെ കഴിവുകളിലും നന്നായിട്ട് വളർന്നു വരാൻ സാധിക്കുന്ന വിധത്തിൽ ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്തതാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒത്തിരി സാധ്യതകളുണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെ പരിമിതപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു കോൺഫറൻസ് നടത്തണമെങ്കിൽ തന്നെ പല ആളുകളെയും സംഭവിച്ചാലേ പറ്റുള്ളൂ. ഇപ്പം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രാവശ്യത്തെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ചാൽ അതൊരു 400 കുട്ടികളെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും കുട്ടികളെ 4-5 ദിവസം താമസിപ്പിക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല, പല ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഭിക്ഷാപാത്രമായിട്ട് കൈ നീട്ടുന്ന പരിപാടിയാണ്. അതൊരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുക. കാരണം അങ്ങനൊരു ബന്ധത്തിൽ ഇത് വളരുന്നത് സഹായകരമാണ്. ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കേണ്ടത്. എന്നാൽ സാമ്പത്തികമായിട്ട് ഒരു ഭദ്രത ചില മേഖലകളുണ്ടായാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല പ്ലാനും പദ്ധതിയും അനുസരിച്ച് ധാരാളം പേരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. ബോംബെ മദ്രാസനത്തിൽ തന്നെ കർണാടക ഏരിയയിൽ കരാട്, ഹൂബ്ലി, ബെൽഗാം എന്നീ സ്ഥലങ്ങളിലൊക്കെ 4-5 ഹൂബ്ലിയിൽ മാത്രം 10-15 വീട്ടുകാരുണ്ട്. മറ്റടുത്ത് 5 ബെൽഗാമിൽ ഇപ്പോൾ 1 വീട് മാത്രമേ ഉള്ളൂ. എന്നാൽ 100 കൂടുതൽ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ആരും ഇടവക്കാരും 5 പൈസ തരാനായിട്ടില്ല. എന്നാൽ ഇതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു മിഷനായിട്ടോ അല്ലെ ഭദ്രാസനത്തിൻ്റെ ഒരു മിഷനായിട്ടോ തീരുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും.
അതിന് ഒരു നല്ല എമൗണ്ട് എല്ലാ വർഷവും ബഡ്ജറ്റിൽ കൊണ്ടുവന്നാലേ ഒക്കെയുള്ളൂ. ഒരു വ്യക്തമായ ഒരു ദർശനത്തോടു കൂടി അനുഗ്രഹമായിട്ടുള്ളൊരു സമീപനം വളരെ കഷ്ടപ്പെട്ട് പല ആളുകളെ സമീപിച്ചു. ഇതിനകത്ത് വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ലോണായിട്ട് എടുത്ത തുകകൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായിട്ടുള്ളൊരു സമയത്ത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. കാരണം ഈ റിസഷൻ വന്നതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ കെട്ടിടം പോയില്ല. അതുകൊണ്ട് 2-3 വർഷം വന്നപ്പം ഇൻട്രസ്റ്റ് പോലും കൊടുക്കേണ്ടി വന്ന തുകകളുണ്ട്. അതുകൊണ്ട് ഒരു ക്രൈസിസ് വന്നു. വാക്ക് പറഞ്ഞത് പാലിക്കാനായിട്ട് മുഴുവനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു പോരായ്മയല്ലാതെ ഇതിനകത്ത് മറ്റൊരു ഹിഡൻ അജണ്ടയില്ല, ആരെയും ദ്രോഹിക്കുന്ന വിഷയമില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണിത്. പിന്നെ ചിലർക്ക് ഇതിൻ്റെ അകത്തെ വശങ്ങൾ അറിയാൻ പാടില്ലാത്തവർ നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അനാവശ്യങ്ങൾ കേൾക്കുമ്പം അത് പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഒരു സംസ്കാരത്തിൽ വളരെയധികം ഉണ്ട്. അതിൻ്റെ ദോഷവശം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സാക്ഷി കുത്തൊന്നുമില്ല. വളരെ സന്തോഷത്തോടെ വിനയത്തോടെ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സമർപ്പിതമാണ്. ദൈവം അനുവദിച്ചാൽ ഈ കടമ്പ കടക്കുമ്പോൾ കുറേ കൂടെ നിർണായകമായിട്ട് മലങ്കര സഭയിലെ വളരെ സജീവമായിട്ട് സാമ്പത്തികമായിട്ട് ക്രിയാത്മകമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു വരും. അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ വളർച്ചയുടെ ഒരു കഥയായിരിക്കും. ഓർത്തഡോക്സ് ടിവിയുടെ ദർപ്പണം എന്ന ഈ പ്രോഗ്രാമിന് തിരുമേനി വന്ന് സംബന്ധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. തിരുമേനിയുടെ എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഓർത്തഡോക്സ് ടിവിയുടെയും മാന്യ പ്രേക്ഷകരുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിച്ചു വരട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി കടന്നു വന്ന എനിക്ക് എൻ്റെ സഭയെക്കുറിച്ചും എൻ്റെ രാജ്യത്തെക്കുറിച്ചും കുറേ സ്വപ്നങ്ങളുണ്ട്. മലങ്കര സഭ സടകുടഞ്ഞ് ഇതിനെക്കുറിച്ച് അറിയുകയും അനുഭവിക്കുകയും വിദ്യാർത്ഥി ലോകത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലങ്കര സഭ മുഴുവനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിർണായകമായിട്ടുള്ള ചില മേഖലകളിൽ സജീവമായിട്ട് ബന്ധപ്പെടുകയും ചെയ്താൽ ആർഷഭാരതത്തിലും മലങ്കര സഭയിലും വലിയ മാറ്റങ്ങൾ നിർവഹിക്കുവാനും മാർത്തോമാ ശ്ലീഹ കണ്ട ദർശനം പൂർണ്ണമാക്കുവാനും നമുക്കൊരു വലിയ ദൗത്യമുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനവും ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയും ഒക്കെ നിർണായകമായിട്ടുള്ള സംഭാവന ചെയ്യണം എന്നുള്ള കൊച്ചു സ്വപ്നം മനസ്സിൽ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായ സഹകരണവും ആവശ്യമുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിലും വരികയും കുറേ സമയം ചെലവഴിക്കുകയും സത്യങ്ങൾ അറിയുകയും അനുഗ്രഹരമായിട്ട് അതിനോട് പ്രതികരിക്കുകയും ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ടും ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കുന്നു.